ഈ പടം വൻ ഓവറാണ്. ഈ പടം ഫുൾ അപരാധമാണ്. ഈ പടത്തിൽ ഫുള്ള് എല്ലാം ഓവർ. പൊന്നു ബ്രോ, നന്നായിട്ട് വർക്ക് ചെയ്ത് ഇതിന്റെ എല്ലാം ഒരു അഭിപ്രായമാണുള്ളത്. ഞാൻ വ്യത്യസ്തനാവേണ്ട സമയമായിരിക്കുന്നു. പടം കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെന്ന് പറയാം. ഞാനൊരു കാര്യം പറയാം. താൻ എന്ത് സംസാരിക്കാനാണ്? താനോട് നാദി നോർമൽ കഥയുടെ ഒരു നമ്മൾ ഈ വയലൻസ് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ സിനിമയിൽ പ്രത്യേകിച്ച് ഭയങ്കര സംഭവം കഥ എന്ന് പറഞ്ഞാൽ വെരി നോർമൽ ഫാമിലി. എനിക്ക് പടം അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. യെസ്, ഞാൻ വ്യത്യസ്തനായിരിക്കുന്നു. ഐ ആം ഡിഫറെന്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. സോ ഗൈസ്, അങ്ങനെ രാത്രി നമ്മൾ ഒറ്റക്കൂട്ട് മാർക്കോ കണ്ടു കേട്ടാ. കിടിലം എന്ന് പറഞ്ഞാൽ കിടിലം, തീപ്പൊരി, അൽപ്പുള്ളി. എന്താണ് ഫസ്റ്റ് ദിവസം ഒന്നും കാണാൻ പറ്റാന്ന് വെച്ചാൽ കഴിഞ്ഞാൽ 3 ദിവസമായിട്ട് ഞാൻ പറഞ്ഞല്ലോ പനി പിടിച്ച് കിടപ്പിലായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ഇന്ന് പോയിട്ട് മാർക്കോ കണ്ട് ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ബ്രൂട്ടൽ ഡെഡ്ലി പടം. മലയാളത്തിൽ നിന്നല്ല, ഇന്ത്യയിൽ പോലും ഇത്രയും ബ്രൂട്ടൽ ആയിട്ടുള്ള വയലൻസ് ആയിട്ടുള്ള പടം വേറെ ഇറങ്ങിയിട്ടില്ല കേട്ടോ. ഇറങ്ങുന്നതിന് മുമ്പ് നല്ല ഹൈപ്പ് വന്നിട്ട് എല്ലാവരും പറഞ്ഞു ഹൈപ്പും കൊണ്ട് ഈ പടം ചിലപ്പോൾ അതാവും ഇതാവുന്നു. പക്ഷേ ഹൈപ്പ് തന്നത് ആ പടം എന്താണോ തരാൻ ഉദ്ദേശിച്ചത് അതുപോലെ അതിൽ അപ്പുറം കിടിലമായിട്ട് നമുക്ക് സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ഈ പടം വന്നിട്ടുണ്ടെന്നാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് കേട്ടോ. കണ്ടില്ലെങ്കിൽ നഷ്ടം എന്ന് എനിക്ക് പറയാനുള്ളൂ. കാര്യം ഇപ്പോൾ കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. ഒന്നും പറയാനില്ല, 2 ദിവസം കാണാനായിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ശ്വാസം മുട്ടുന്ന പോലെയായിരുന്നു. ഇപ്പോഴാണ് ഒരു സമാധാനമായി ഈ രാത്രി ഒറ്റക്ക് കണ്ടപ്പോൾ. അങ്ങനെ നമുക്ക് ബാക്കി കാറിൽ സംസാരിക്കാം. എന്താണ് സംസാരിക്കുന്നതിന് ഇപ്പോൾ ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവും, ആവശ്യം വരും. കാര്യം കാറിൽ നിന്ന് നമുക്ക് കാട്ടപരാധങ്ങളിരുന്ന് പറയാറുള്ളത് കേട്ടോ. അതായത് ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ മാർക്കോ മൂവിനെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയണ്ട, ഇപ്പോൾ 3 days ആയല്ലോ, ഒരു ഒട്ടുമിക്ക ആൾക്കാരും കണ്ടിട്ടുണ്ടാവും. നല്ല അടിപൊളി റിവ്യൂ, അടിപൊളി കണ്ട് എല്ലാവർക്കും സർട്ടിഫൈഡ് ആണെങ്കിൽ പോലും മനസ്സ് നിറഞ്ഞ് ആ പടം എന്താണോ ഉദ്ദേശിച്ചത് അത് പക്കാ തന്ന് അടിച്ച് കയറുന്നുണ്ട് എല്ലാ തിയേറ്ററിലും. ഇപ്പോൾ എല്ലാവരുടെ സ്ഥലത്ത് എന്താണ് അന്നത്തെ ഹിന്ദിയിലൊക്കെ ഇപ്പോൾ 6 കോടിയിലും കഴിഞ്ഞിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. അപ്പോൾ അടിപൊളി ഒരു പടമാണ്. പടത്തിനെ പറ്റി എടുത്തു പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ണി മൂന്നിൻ്റെ ഒരു കിടിലം കംബാക്ക്, പുള്ളീൻ്റെ ഫിസിക്ക് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ബെസ്റ്റ്. അതുപോലെ തന്നെ സിദ്ദിഖുണ്ട്. അതെല്ലാവരും ഒരു രക്ഷയില്ല. കാര്യം സിദ്ദിഖിൻ്റെ ഒക്കെ വില്ലനിസം പോലത്തെ ഒരു ടെററിസം ഒക്കെ അതിലുണ്ട്. എൻ്റെ പൊന്നെ അടിപൊളി. അപ്പോൾ ഫസ്റ്റൊക്കെ നമുക്കിങ്ങനെ നോർമലി കാണാം. ഫസ്റ്റ് ഹാഫൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഏറ്റവും സർട്ടിഫൈഡിൻ്റെ കാര്യമൊന്നുമില്ലല്ലോ, ഇത്രയല്ലേ ഉള്ളൂ, കുഴപ്പമൊന്നുമില്ല വെക്കാം. പക്ഷേ അങ്ങോട്ട് സെക്കൻഡ് ഹാഫ് ആ ഒരുത്തനും അവിടെ ഇരിക്കാൻ പറ്റില്ല. ഇരിക്കാൻ പറ്റും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല, വിറപ്പിച്ച് കളയും കേട്ടോ. കുറച്ചൊക്കെ കഴിയുമ്പോൾ ഒരു വില്ലൻ്റെ എൻട്രി ഉണ്ടായി. ആ വില്ലൻ അങ്ങ് വന്ന് കഴിഞ്ഞാൽ ചോദിക്കും ഉണ്ണി മൂന്നിൻ്റെ ഫാമിലിയിൽ ആരൊക്കെയുണ്ടെന്ന്. പിന്നെ ആ വില്ലൻ ഉണ്ണീൻ്റെ ഫാമിലി കയറി അങ്ങ് മെഴുകും. സ്പോയിലറായിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ കേട്ടാ. പക്ഷെ എൻ്റെ അമ്മ ആ സീൻ കണ്ടാളിയാ ഇച്ചിരിയിലും മനക്കെട്ടില്ലാതെ ഒരാൾക്കും കാണാനാവൂല. ബ്രൂട്ടൽ കില്ലിങ് എന്ന് പറഞ്ഞാൽ പിഞ്ച് കുഞ്ഞുങ്ങൾ മുതൽ കിളവികൾ, തള്ളകൾ, ഭാര്യകൾ, പ്രഗ്നൻ്റ് ലേഡീനെ വരയ്ക്കേണ്ട അളിയ. ഇത്ര ടെററായിട്ട് ഇന്ത്യയിലൊരു പടമില്ല. ഉറപ്പല്ലേ? ആനിമലാണോ കില്ലെന്ന് പറയുന്ന ആ പടമൊക്കെയാണ് മോസ്റ്റ് ടെറർ എന്നൊക്കെ ഞങ്ങൾ വിചാരിക്കുന്നെങ്കിൽ എല്ലാവരും പറഞ്ഞ കാര്യമാണ്. എന്നാലും ഞാൻ പറയാണ്, ഇതാണ് സത്യാവസ്ഥ. ഇതാണ് ബ്രൂട്ടൽ എന്ന് പറഞ്ഞ വാക്കിന് നീതി പുലർത്തിയ പടം. സോ ഇത്രയേറെ പടത്തിനെ പറ്റി പറയാനുള്ള. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അടിപൊളിയാണ്. നമ്മുടെ മലയാളികളുടെ KGF തന്നെയാണ് നമ്മുടെ ഉണ്ണിയാണ്. അടിപൊളിയാണ്. ഉണ്ണിയാണ്ടെ വേറെ ലെവല് സ്വാഗ്, ലുക്ക്, അതിന് പറ്റുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ കൊടുത്തിട്ട് വേർത്ത് മൂവിയാണ് കാണേണ്ടവർക്ക്. പിന്നെ ചെറിയ പിള്ളേരൊക്കെ കൂട്ടിയിട്ട് പറ്റുവാണെങ്കിൽ പോകേണ്ടിരുന്നത് അത്രയേ ഉള്ളൂ കേട്ടോ. നല്ല നൈസാണ്, നമുക്കിരുന്ന് കാണേണ്ട കാര്യങ്ങളുണ്ട്. നല്ലൊരു ഫാമിലി എഫക്റ്റ് ഉണ്ട്, ഇമോഷണലുണ്ട്, ക്ലൈമാക്സും. പിന്നെ അവസാനത്തെ ഒരു 10-20 മിനിറ്റൊന്നും ഒന്നും ചെയ്യാൻ പറ്റൂല. ചിലപ്പോൾ കണ്ണൂട്ടി കാണേണ്ട അവസ്ഥയൊക്കെയുണ്ട്. പക്ഷെ നമുക്ക് കൂളായിട്ടിരുന്നാൽ കണ്ടേട്ടാ. ഞാൻ പറഞ്ഞ നോർമൽ ആൾക്കാരുടെ കാര്യമാണ്. സോ ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റിവ്യൂ സെക്ഷനിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് നല്ലത് പറഞ്ഞു. എന്നാൽ ചിലവന്മാർ കാറി കയറി ഇരുന്നിട്ട് അങ്ങ് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഈ പടം വൻ ഓവറാണ്, ഈ പടം ഫുൾ അപരാധമാണ്, ഈ പടത്തിൽ ഫുള്ള് എല്ലാം ഓവറാണ്, അവൻ ഉണ്ണി ഓവറാണ്. ആരാ പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, അരിയണ്ണൻ. റീച്ചിന് വേണ്ടി അരി മേടിക്കാൻ വേണ്ടിയാണ് റീച്ച് എന്തും ചെയ്യുമെന്ന് പറഞ്ഞ ആൾ തന്നെ. പിന്നെ ആ പുള്ളി ഉണ്ണീൻ്റെ പടത്തിനെ കുറ്റം പറഞ്ഞതിനും ചില കാരണങ്ങളുണ്ടെന്ന് നമ്മൾ പണ്ട് മുതൽ അറിയുന്നവർക്കറിയാം. മാളികപ്പുറം ഇറങ്ങിയപ്പോഴും പുള്ളി ഇതുപോലെ കുണച്ചുകൊണ്ട് രംഗത്തിറങ്ങി. ഉണ്ണീൻ്റെ വാലിരിക്കണം നല്ല പൊളിച്ച തീറി പുള്ളി വായും പൊളിച്ചിരുന്ന് കേട്ടു. പിന്നെ കുറച്ചങ്ങോട്ടും പറഞ്ഞെന്തോ ഉണ്ണി ഇട്ടലക്കി. അപ്പോൾ ഓൾറെഡി ഇവർ തമ്മിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നല്ലൊരു പടം ഇറങ്ങിയപ്പോൾ എന്തുകൊണ്ടും അസൂയ വരാലോ. അല്ലാതെ കുറ്റം പറഞ്ഞാൽ വേറൊരാളില്ല. പിന്നെ എന്തുകൊണ്ടാണ് കുറ്റം പറഞ്ഞാൽ കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആവാം, ഇനി കുറ്റം പറഞ്ഞാൽ റീച്ച് ആവാം, എന്ത് വേണമെങ്കിലും ചിന്തിക്കാം. പിന്നെ ഇവർ തമ്മിൽ മുമ്പേ ഇഷ്യൂ ഉള്ളതുകൊണ്ട് അതും ആവാം.
പിന്നെ പുള്ളി പറയുന്ന കുറച്ച് ക്ലിപ്സ് ഒക്കെ ഞാൻ കൊടുക്കാം കേട്ടോ. നോർമൽ കഥയുടെ ഒരു സ്പെഷ്യൽ ആയിട്ട് ഫാമിലി നമ്മൾ ഈ വയലൻസ് അങ്ങോട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ സിനിമയിൽ പ്രത്യേകിച്ച് ഭയങ്കര സംഭവം കഥ എന്ന് പറഞ്ഞാൽ വെരി നോർമൽ ഫാമിലി. എനിക്ക് പടം അങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. യെസ്, ഞാൻ വ്യത്യസ്തനായിരിക്കുന്നു. ഐ ആം ഡിഫറെന്റ് പേഴ്സൺ ഇൻ ദ വേൾഡ്. സോ കഥയിലോട്ട് വരുമ്പോ അങ്ങനത്തെ ഒരു എന്താ പറയാ ഫ്രഷ് എലമെന്റ്സ് ഒന്നും കഥയ്ക്കകത്തില്ല. അവനൊരു വേട്ടാവളിയാണടാ. വെരി നോർമൽ ബേസിക് സാധനം തന്നെ ഈ റിവെഞ്ച് സാധനത്തിനകത്ത് കാണുന്ന അതേ സംഗതി. ആൻഡ് പാസം എനിക്ക് വളരെ ഓവർഡോസ് ആയിട്ട് ലക്ഷ്യമായിട്ടുള്ള മാസും സ്വാഗും അതിനെ ഓവറാക്കാൻ ശ്രമിച്ച് കുളിപ്പിച്ച് കുട്ടീനെ ഇല്ലാതാക്കി ചില പോർഷൻസിൽ എടുത്ത് കാണുന്നു. ഇത് അസൂയാണ്, മുഴുത്ത അസൂയ. വയലൻസ് കൂടിപ്പോയി എന്നാണ് നമ്മുടെ അണ്ണൻ പറയുന്നത്. പിന്നെ എന്തിനാണ് ആ കിഴങ്ങ ഈ പടത്തിന് എ സർട്ടിഫിക്കേഷൻ കിട്ടിയത്? എ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ട് ഓൾറെഡി കൊടുത്ത് അവർ പടം തുടങ്ങുമ്പോൾ പറഞ്ഞത് ആശയൊക്കെ ഇന്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇത് ചെറിയ പിള്ളേർക്കൊന്നും കാണാൻ പറ്റൂല, അത്ര നിങ്ങളെ കാണാത്ത വയലൻസ് ആയിരിക്കും. അവർ ഈ പടം പറഞ്ഞതല്ലേ ഇത് തന്നെ. പിന്നെ ഇവൻ ഒന്നും പറയാൻ കിട്ടായിട്ട് എന്തെല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉണ്ണിമോനെ എത്ര ആളടിച്ചു ഒരു നിൽക്കാനുള്ള സമയം ഒക്കെ ആ 400 പേരും ഉണ്ണിമുതൽ തമ്മിലുള്ള ഫൈറ്റ് ഒക്കെ ഉണ്ട്. പക്ഷെ അതങ്ങനെയാണ്, അതാണല്ലോ സിനിമ. പ്രണയ സീൻ കാണിക്കാൻ പറ്റുമോ? അങ്ങനെയാണോ ആ സിനിമയെ കുറിച്ചുള്ള ഹൈപ്പ്? ആ ഹൈപ്പ് കറക്റ്റ് ആയിട്ട് തന്നെ വന്നു എന്നുള്ളതാണ് സത്യം. അതിൽ കാണിക്കുന്ന ഇതാണ് അതിന്റെ മാക്സിമം എന്റെ പീക്കിലൊക്കെ. പക്ഷെ അണ്ണൻ അത് മതി. കാര്യം അത്രയും ആൾക്കാർ കണ്ട് പൂരാ തെറി വിളിച്ചാലും ഒരു വിളിപ്പില്ല, അണ്ണൻ മൈൻഡാക്കൂല. അണ്ണൻ ചില പേര് ഇപ്പൊ ഇതൊക്കെ കണ്ടിട്ട് നമ്മളെ എയറിലാക്കാൻ പറ്റും. ആകട്ടെ നമ്മൾ പുള്ളി പറഞ്ഞതിൽ അവരാതൊന്നുമല്ലല്ലോ പറയാനേ. പുള്ളിക്ക് അതല്ല വേണ്ടേ, റീച്ച് ഇല്ല. ഞാനിപ്പോൾ 5-6 ലക്ഷം ആൾക്കാർ കണ്ട്, മിനിമം ഒരു 8-10,000 രൂപ 10-12,000 രൂപ ആ ഒരു ഒറ്റ വീഡിയോ തന്നെ പുള്ളിൻ്റെ പോക്കറ്റിലോട്ട് അരി മേടിക്കാൻ വന്നു. അതാണ് അയാൾക്ക് വേണ്ടത്. പക്ഷേ എന്തിന് ആൾക്കാരെ വെറുപ്പിച്ച് നല്ലൊരു പടത്തിനെ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കി? അയാൾ പറഞ്ഞിട്ടെന്താ, ഒന്നും ആയില്ല. പടം അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് റിയാലിറ്റി. സോ നിങ്ങൾക്ക് എന്താ തോന്നിയെന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ ഞാനായിട്ട് പേരൊന്നും എടുത്ത് ഞാൻ പറയുന്നില്ല. അല്ലാതെ എല്ലാ റിവ്യൂവേഴ്സിനും പുള്ളി നന്നായിട്ട് അറിയാമായിരിക്കും. കാര്യം എന്താ ഒരാളത്തിനും പുള്ളി ഫസ്റ്റ് തന്നെ ഉണ്ടാവും ഇങ്ങനെ കുണച്ചുകൊണ്ട് വരുന്നു കാറിലിരുന്നിട്ട്. നല്ലത് കാണാം, നമ്മളെല്ലാം നല്ലത് പറയും. നമുക്ക് നല്ലത് പറയാൻ ചീത്ത പറഞ്ഞാൽ ഒന്നുമില്ല. പക്ഷെ നല്ല കാര്യങ്ങളൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യും, നല്ലതെന്ന് പറയും. ഇത് ഇവർ ഓൾറെഡി പറഞ്ഞു. ഈ പടം പറയുന്നത് ഒരു വയലൻസ് ആണ്, അതായത് ഇതുവരെ കാണാത്ത വയലൻസ് ആണ് ഈ പടത്തിൻ്റെ ലക്ഷ്യങ്ങൾ. അപ്പം അങ്ങനത്തെ ഓഡിയൻസിന് വേണ്ടി മാത്രം ഇറക്കിയതാണ്. സോ പെർഫെക്റ്റ്. അവർ ഉദ്ദേശിച്ച കാര്യം ഡബിൾ ഇരട്ടി നമുക്ക് ഈ പടത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേറെ വലിയ മോശങ്ങളൊന്നുമില്ല. പിന്നെ എല്ലാ പ്രാവശ്യവും ഈ വനിതാ തിയേറ്ററിൽ കുറേ അപരാധങ്ങൾ, കുറച്ച് ആൾക്കാർ ഡ്രസ്സൊക്കെ ഇട്ട് മാർക്കെന്ന് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ ഇഷ്ടപ്പെട്ടുകൊണ്ട് വരുന്നില്ലേ. സോ ഗൈസ്, ഉറപ്പായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. മാർക്കോ എനിക്ക് നല്ല പനി പിടിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം അനിയത്തിനെ ആശുപത്രി കൊണ്ടുവന്ന വ്ളോഗ് കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനുശേഷം എനിക്ക് പനി പിടിച്ചു പോയി. 3 ദിവസം കിടപ്പിലായി. പിന്നെ ഫസ്റ്റ് ദിവസം തന്നെ ഞാൻ പോകാമെന്ന് വിചാരിച്ചത്, പക്ഷേ വീണ്ടും തണുപ്പ് പിടിച്ചാൽ ചത്തു പോകുന്നുള്ള അവസ്ഥ കൊണ്ടാണ് കുറച്ച് ഡിലേ വന്നത്. അപ്പോഴാണ് ഇവൻ്റെ അപരാധം കണ്ടത്. ഇവനെ വിക്കി തഗ് പെർഫെക്റ്റ് റിയാക്ട് ചെയ്ത് അടിച്ച് എയർ കയറ്റിയിട്ടുണ്ട്. പിന്നെ നമുക്ക് വിക്കിയൊക്കെ യൂസ് ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ തെറി വിളിക്കാൻ നമുക്ക് അറിയായിട്ടില്ല. പിന്നെ അത് വേണ്ട, ഒരാൾ നമ്മൾ അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. പക്ഷെ എന്നാലും രണ്ടിത്തരം പറയുന്നത് കണ്ടാവും റിയാക്ട് ചെയ്യണമല്ലോ നമ്മളല്ലേ. അതാണ് നല്ലൊരു കാര്യത്തിനെ പറ്റി ഇല്ലാത്ത കാര്യം പറയാമോ. സോ ഗൈസ്, അപ്പോൾ എന്തായാലും മൂവി കാണാം, അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. ഗിവ് അവേ നമ്മൾ സെറ്റാക്കാൻ പോണെയാണ്. പിന്നെ ബ്ലൂബീൻ്റെ വർക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോണെയാണ്. ബാക്കി പുറത്തിറങ്ങിയിട്ട് നമ്മുടെ ബ്ലൂബീൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ ടയർ വീണ്ടും ഫുൾ പഞ്ചറായി, ടയർ കീറിപ്പോയി. ഇത് നമ്മൾ പുതിയ ടയറൊക്കെ എന്തായാലും മേടിച്ച് സെറ്റാക്കണം. കുറച്ച് ദിവസമായി പഞ്ചർ അത് പോയി. ഇനി പുതിയ ടയറിന് ഏകദേശം 7,000 രൂപയ്ക്ക് എടുത്തിട്ടുണ്ട്. ടയർ മേടിച്ചാലേ ബ്ലൂബീനെ ഇറക്കാനാവും. അതുകൊണ്ടാണ് ബ്ലൂബീ വർക്ക് ഇപ്പോൾ ഉടനെ സ്റ്റാർട്ട് ചെയ്യാത്തത്. സോ ഉടനടി ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു ഗൈസ്.